ട്രാൻസ്പോസിന്റെ ലാസ്റ്റ് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ശരിയല്ലേ? ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എഴുതിയിട്ടു. ഈ ക്ലാസ് നമുക്ക് ചെയ്യാൻ പോകുന്നു. ഓർമ്മയുണ്ടല്ലോ? ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. ശരി, അപ്പോൾ നമ്മൾ ചെയ്യണം പ്രോബ്ലം. ഇഫ് ഒന്ന് കുറിച്ചോളൂ. ഇഫ് ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ്, കോളം മെട്രിക്സ് ആണ്. മെട്രിക്സ് -2 4 5 -2 4 5. B is equal to raw matrix ആണ്. raw matrix 1 3 -6. okay. A is equal to column matrix. column ഒറ്റ column ഉള്ളതാണ് column matrix. row എത്ര വേണമെങ്കിലും വരാം. ഇവിടെ 3 റോസും ഒരു കോളവും. അപ്പോൾ A is equal to column matrix -2 4 5. B is equal to raw matrix. ഒറ്റ റോയിലാണ് raw matrix 1 3 -6. verify AB the whole transpose is equal to B transpose A transpose. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം AB കണ്ടുപിടിക്കാം. അപ്പോൾ AB സം AB എന്ന് പറയുന്നത് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ആണ് അല്ലേ? -2 4 5 A. B ക്ക് പകരം 1 3 -6. ഓക്കേ, മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രീ മെട്രിക്സ് എന്ന് പറയും, ഇത് പോസ്റ്റ് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ നോക്കിയിരിക്കണം, നമ്മൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലൈ ആകുവാണ്. ഈ പ്രീ മെട്രിക്സിന്റെ ആദ്യത്തെ, പ്രീ മീൻസ് ആദ്യം എന്ന് പറയുന്നത്, പോസ്റ്റ് മീൻസ് ശേഷം. അപ്പോൾ ആദ്യ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഉണ്ട് ഈ പോസ്റ്റിന്റെ ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ ഒറ്റ എലമെന്റ് ആണ്, ഫസ്റ്റ് കോളത്തിൽ ഒറ്റ എലമെന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ -2 × 1 -2. ശരിയല്ലേ? വീണ്ടും ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് കോളം -6. വീണ്ടും ഫസ്റ്റ് കൊണ്ട് തേർഡ് -2 കൊണ്ട് -6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 മൈനസും മൈനസും പ്ലസ് ആവും. ക്ലിയർ ആണല്ലോ? ഇനി വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ്, സെക്കൻഡ് കൊണ്ട് സെക്കൻഡ്, സെക്കൻഡ് കൊണ്ട് തേർഡ്. ക്ലിയർ ആയല്ലോ? വീണ്ടും തേർഡ് കൊണ്ട് ഫസ്റ്റ്, തേർഡ് കൊണ്ട് സെക്കൻഡ്, തേർഡ് കൊണ്ട് തേർഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ എ ബി. ഇനി എ ബിയുടെ ട്രാൻസ്പോസ് എടുക്കാം. എ ബിയുടെ ട്രാൻസ്പോസ് നമുക്ക് കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചതാണ്. ഈ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഈ ഫസ്റ്റ് റോ വെച്ച് ഫസ്റ്റ് കോളം ആകും, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകും, തേർഡ് റോ തേർഡ് കോളം. ശരിയല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ്, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 1 എന്ന് വിളിക്കാം, കോളം 1. ഇനി റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിൽ B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്. അപ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി, ഒരു റോ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് ആയിരിക്കും കോളം ആയിരിക്കും 1 3 -6 ഇൻടു. ഇനി A ട്രാൻസ്പോസ്. A എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് ട്രാൻസ്പോസ് റോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ആയിരിക്കും ട്രാൻസ്പോസ് ആയിരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ആയിരിക്കും അടുത്ത ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചാണ് -2 4 6. സോറി, 6 അല്ല 5. ശരി, ഓക്കെ. ശരി, ഇനി നമ്മൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ്, വീണ്ടും ഫസ്റ്റ് കൊണ്ട് തേർഡ്. ശരിയല്ലേ? ഈ ചെയ്ത പോലെ അല്ലേ? ഫസ്റ്റ് കൊണ്ട് ഫസ്റ്റ്, ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ്, ഫസ്റ്റ് കൊണ്ട് തേർഡ്. വീണ്ടും സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ്, സെക്കൻഡ് കൊണ്ട് സെക്കൻഡ്, സെക്കൻഡ് കൊണ്ട് തേർഡ്. വീണ്ടും തേർഡ് കൊണ്ട് ഫസ്റ്റ്, തേർഡ് കൊണ്ട് സെക്കൻഡ്, തേർഡ് കൊണ്ട് തേർഡ്. ഓക്കെ. -2 4 5 -6 12 15 12 -24 -30. നമുക്ക് പറയാം ഇതും ഇത്രയും. അപ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ് സമം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. കുറിച്ചു ഈ ടൈപ്പ് പ്രോബ്ലം എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ. അടുത്ത ക്ലിയർ ആയല്ലോ? എ ബി ഹോൾ
റോ ട്രാൻസ്പോസ് സമം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഓക്കെ ഓക്കെ അടുത്തത് നമ്മുടെ അടുത്ത പുതിയ രണ്ട് മെട്രിക്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പുതിയ രണ്ട് മെട്രിക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മെട്രിക്സിൽ ഒത്തിരി മെട്രിക്സുകൾ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ഒത്തിരി മെട്രിക്സുകൾ നമ്മൾ കുറിച്ച് പഠിച്ചു. സ്ക്വയർ മെട്രിക്സ്, ആദ്യം നമ്മൾ റെക്ടാംഗുലർ മെട്രിക്സ്, പിന്നെ സ്ക്വയർ മെട്രിക്സ്, പിന്നെ റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, അതുപോലെ തന്നെ സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, സീറോ മെട്രിക്സ്, അങ്ങനെ ഒത്തിരി മെട്രിക്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പുതിയ രണ്ട് മെട്രിക്സ് പഠിക്കുന്നു. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് matrices. Symmetric and skew symmetric matrices. ഒന്ന് കുറിച്ചോ. Symmetric and skew symmetric matrices. Symmetric and skew symmetric matrices. Symmetric and skew symmetric matrices. ഈ രണ്ട് മെട്രിക്സുകളാണ്. ഈ രണ്ട് മെട്രിക്സുകളും ബേസിക്കലി സ്ക്വയർ മെട്രിക്സുകളാണ്. ബേസിക്കലി എങ്ങനെയുള്ള മെട്രിക്സാണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുന്നു. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ. അപ്പോൾ എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് ഓർഡർ 1 ഓർഡർ 2 ഓർഡർ 3 ഒന്നും ആയിക്കോട്ടെ. ഞാൻ ഓർഡർ 2 ആയിട്ടുള്ള എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഓർഡർ 3 ആയിട്ടുള്ള എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുന്നു. എന്നിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അത് തന്നെ കിട്ടും. എയുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഏ തന്നെ കിട്ടിയെങ്കിൽ ആ മെട്രിക്സ് സിമെട്രിക് ആണ്. എ ഈസ് കാൾഡ് സിമെട്രിക്. അപ്പോൾ എങ്ങനെ പറയാം ചോദിച്ചാൽ എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ A square matrix capital A is said to be a square matrix capital A is said to be symmetric if A transpose is equal to A. A transpose is equal to A. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അപ്പോൾ നിങ്ങൾ എഴുതുക സിമെട്രിക് എന്ന് എഴുതുക, സിമെട്രിക് എന്ന് എഴുതുക, എന്നിട്ട് എഴുതുക എ ട്രാൻസ്പോസ് സമയം ബ്രാക്കറ്റിൽ എ എന്നുള്ളതാണ് സ്ക്വയർ മെട്രിക്സ്. ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ നമുക്ക് പറയാം എ ഈസ് കാൾഡ് സിമെട്രിക്. സിമെട്രിക് എന്നത് ബേസിക്കലി സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു എക്സാമ്പിൾ എ സമം മെട്രിക്സ് 2 3 4 2 3 4 അടുത്ത 3 സെക്കൻഡ് റോ 3 5 6 3 5 6 അടുത്തത് 4 6 7 4 6 7 ഓക്കെ ശരി. ഇത് സിമെട്രിക് ആണെന്ന് നോക്കാം. ഇതിനെ ട്രാൻസ്പോസ് എടുത്ത് എ ട്രാൻസ്പോസ് സമം ഓക്കെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പോൾ എ ട്രാൻസ്പോസ്. അപ്പോൾ ആൻസർ 2 3 4 ആണ്, 3 5 6 ആണ്, 4 6 7 അപ്പോഴത് that will say A is called symmetry. A is called symmetry. കുറിച്ചോ A is called symmetry. ഓക്കെ അടുത്തത് ഈ എക്സാമ്പിൾ കുറിച്ചോണേ. അടുത്തത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താ മെട്രിക്സ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് ചോദിച്ചാൽ അതും ബേസിക്കലി ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ കിട്ടുകയാണെങ്കിൽ സിമെട്രിക് എന്നും എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ മൈനസ് എ ആണെങ്കിൽ എന്താണെങ്കിൽ മൈനസ് എ ആ മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ എ ഈസ് കോൾഡ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാം?
A square matrix capital A is said to be skew symmetric if A transpose സമം മൈനസ് A. ഒന്നുകൂടി പറയുന്നു. A square matrix capital A is said to be skew symmetric if A transpose is equal to minus A. ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണ്. A is equal to matrix 0 2 3 minus 2 0 4 minus 3 7 minus 3 minus 4 0 0 2 3 minus 2 0 4 minus 3 minus 4 0. ഇത് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. A ട്രാൻസ്പോസ് സമം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, കണ്ടോ? ഇനി സ്ക്യൂ സിമെട്രിക് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണമെങ്കിൽ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം ഒരു നെഗറ്റീവ് കോമ്പണന്റ് പറഞ്ഞോളൂ. സിമെട്രിക് ആണെങ്കിൽ ട്രാൻസ്പോസ് മാത്രം എടുത്താൽ മതി. സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം ആ മെട്രിക്സ് ഒരു നെഗറ്റീവ് കൊടുത്തത്. അപ്പോൾ ഒരു നെഗറ്റീവ് ഞാൻ പുറത്തെടുക്കുകയാണ്. 0 നെഗറ്റീവ് കൊടുത്തിരുന്നാലും 0 അല്ല. ഇത് നെഗറ്റീവ് കൊടുത്തിരുമ്പോൾ 2, ഇത് നെഗറ്റീവ് കൊടുത്തിരുമ്പോൾ 3, ഇതിൽ നിന്ന് നെഗറ്റീവ് പോസിറ്റീവ് 2 ആണ് അല്ലെ. ഫസ്റ്റ് 2 നെഗറ്റീവ് കൊടുത്തിരുമ്പോൾ -2, ഇത് 0, ഇത് നെഗറ്റീവ് എടുക്കുക 4, ഇതിൽ നിന്ന് നെഗറ്റീവ് കൊടുത്തിരുമ്പോൾ -3 -4 0. കണ്ടോ? വീണ്ടും മൈനസ് അതുപോലെ എഴുതുന്നു. 0 2 3 -2 0 4 -3 -4 0. that means അപ്പോൾ A ട്രാൻസ്പോസ് നമുക്ക് കിട്ടി -7. അപ്പോൾ നമുക്ക് A വിളിക്കാം സ്ക്യൂ സിമെട്രിക്. ഇനി ഈ മെട്രിക്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്ക്യൂ സിമെട്രിക് ആണ്. ഇതാണ് സ്ക്യൂ സിമെട്രിക് ആയി. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോസ് ആണ്. അതിന്റെ ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ആ സ്ക്യൂ സിമെട്രിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇതാണ്. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കും. അപ്പോൾ all the diagonal elements in a skew symmetric matrix in a skew symmetric matrix are zeros. ഒന്ന് നോട്ട് ആയിട്ട് വിളിക്കണം. all the diagonal elements in a skew symmetric matrix are zero. അപ്പോൾ സിമെട്രിക് ആയി സ്ക്യൂ സിമെട്രിക് ആയി. രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒരു തിയറിയാണ്. നമ്മളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു തിയറിയാണ്. നമ്മളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളൂ. For any square matrix capital A, with real entries, with real number entries, comma show that A plus രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. comma show that number 1, comma show that A part, A plus A transpose is a symmetric matrix. Second part, A minus A transpose is a skew symmetric matrix. Is a skew symmetric matrix. ഇത് സിമെട്രിക് എന്ന് വിളിക്കണം, ഇത് സ്ക്യൂ സിമെട്രിക്. കണ്ടീഷൻ എത്രയേ ഉള്ളൂ? എ എന്ന് പറയുന്നത് ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ 2 ഓർഡർ 3 ഓർഡർ 4 എന്തോ ആയിക്കോട്ടെ,
അങ്ങനെയുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എ. അതിനകത്തുള്ള എൻട്രീസ് നമ്മൾ ആ മെട്രിക്സ് ഫില്ല് ചെയ്യുന്ന എലമെന്റ്സുകളെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ സംഗതി ഇങ്ങനെയാണ് പറഞ്ഞത്, ഫോർ എനി സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ വിത്ത് റിയൽ നമ്പർ എൻട്രീസ് അല്ലെങ്കിൽ വിത്ത് റിയൽ നമ്പർ എൻട്രി അല്ലെങ്കിൽ എൻട്രീസ് comma then show that A plus A transpose is a symmetric matrix. Number 2, A minus A transpose is a skew symmetric matrix. Is a skew symmetric matrix. Show you about നോക്കിയിരിക്കണം. First part proof A യുടെ proof. ഇത് സിമെട്രിക് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, A യുടെ ട്രാൻസ്പോസ് ആണ് A ട്രാൻസ്പോസ്. ഇതൊരു മെട്രിക്സ് ആണ്, അതിന്റെ ട്രാൻസ്പോസും ഒരു മെട്രിക്സ് ആണ്. ശരി, അതിന്റെ സമ്മും ഒരു മെട്രിക്സ് ആണ്. സംശയമില്ലല്ലോ. അപ്പോൾ ഒരു നിമിഷം ഞാൻ ഇതിനെ പി എന്ന് കോൾ ചെയ്യും. എ പ്ലസ് എ ട്രാൻസ്പോസ്. ഈ മെട്രിക്സ് ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ പി ആണ് ഈ കാണുന്നത്. അപ്പോൾ പി സിമെട്രിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ പിയുടെ ട്രാൻസ്പോസ് പി എന്ന് കിട്ടിയാൽ മതി. പിയുടെ ട്രാൻസ്പോസ് കിട്ടും പി. പിയുടെ ട്രാൻസ്പോസ് പി ആണെങ്കിൽ സിമെട്രിക്, പിയുടെ ട്രാൻസ്പോസ് മൈനസ് പി ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ ഈ മെട്രിക്സിനെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ രണ്ട് മെട്രിക്സുകളുടെ തുകയാണ് ഞാൻ പി എന്ന് കോൾ ചെയ്യും. എയുടെ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കുകയാണ്. അപ്പോൾ പി ട്രാൻസ്പോസ് സമം എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ലെഫ്റ്റിൽ ഞാൻ ട്രാൻസ്പോസ് എടുത്തു, ദെൻ റൈറ്റിലും ഞാൻ ട്രാൻസ്പോസ് എടുത്തു. വീണ്ടും സമം നോക്കിയിരിക്കണം. ഇത് രണ്ട് മെട്രിക്സുകളുടെ സമ്മാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് A plus B the whole transpose എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെ ട്രാൻസ്പോസ് പ്ലസ് സെക്കൻഡിന്റെ ട്രാൻസ്പോസ്. ശരിയല്ലേ? പ്ലസ് 1 മൈനസ് 1 ഇങ്ങനെ ആദ്യത്തിന്റെ ട്രാൻസ്പോസ് പ്ലസ് രണ്ടാമത്തെ ട്രാൻസ്പോസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്ക് പകരം എ തന്നെയാണ്. അപ്പോൾ എയുടെ ട്രാൻസ്പോസ് പ്ലസ് ബിക്ക് പകരം എ ട്രാൻസ്പോസ് ആണ് ദ ഹോൾ ട്രാൻസ്പോസ്. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എ ട്രാൻസ്പോസ് ഞാൻ അതുപോലെ എഴുതി പ്ലസ് ഇത് ഞാൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എ ആണ്. അപ്പോൾ ഇതിന് പകരം ഞാൻ പോസിറ്റീവ് എ. അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് മെട്രിക്സ്, സെക്കൻഡ് മെട്രിക്സ്. മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ? ഫസ്റ്റിനോട് സെക്കൻഡ് ആഡ് ചെയ്താൽ സെക്കൻഡിനോട് ഫസ്റ്റ് ആഡ് ചെയ്താലും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനോട് ഇത് ആഡ് ചെയ്താൽ ഇതിനോട് ഇത് ആഡ് ചെയ്താലും സെയിം ആണ്. അപ്പോൾ ഞാൻ തിരിച്ചെഴുതുന്നു എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് മീൻസ് പി. അപ്പോൾ പിയുടെ ട്രാൻസ്പോസ് നമുക്ക് പി എന്ന് കിട്ടിയാലോ, വിച്ച് ഇംപ്ലൈസ് പി മീൻസ് എന്താണ്? A plus A transpose is symmetric. മനസ്സിലായോ? അപ്പോൾ A plus A transpose symmetric എന്ന് ഷോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ A plus A transpose P എന്ന് കോൾ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് P എന്ന് കോൾ ചെയ്തത്? ഇങ്ങനെ കോൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, ഡയറക്റ്റ് ട്രാൻസ്പോസ് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വിളിച്ചപ്പോൾ നമുക്ക് കുറച്ചുകൂടി സുഖം തോന്നും. അപ്പോൾ P സമയം A plus A transpose എടുത്തു. കാര്യം രണ്ട് മെട്രിക്സുകളുടെ ഇത് മെട്രിക്സ് ആണ്, ഇതിന്റെ ട്രാൻസ്പോസ് ആണ്, അതുപോലെ ഇതിന്റെ ട്രാൻസ്പോസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ തുക ഒരു മെട്രിക്സ് ആയി, അത് ഞാൻ പി എന്ന് വിളിച്ചു. എന്നിട്ട് രണ്ട് സൈഡിൽ ഞാൻ ട്രാൻസ്പോസ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ രണ്ട് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്തത്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്, ഫസ്റ്റ് ട്രാൻസ്പോസ് പ്ലസ് സെക്കൻഡ് ട്രാൻസ്പോസ്, പിന്നെ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് മീൻസ് ഈ രണ്ട് പ്രോപ്പർട്ടികൾ ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ കൂടെ ഒരു നോട്ട്, രണ്ടാമത്തെ ചെയ്യുന്നതിന് നോട്ട് ഒരു നിമിഷം. പി എന്ന് പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണല്ലേ? രണ്ട് മെട്രിക്സ് എടുത്തോ, അത് സിമെട്രിക് ആണ് ഷോ ചെയ്തത്. ആ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ അതിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ആംഗിൾ സിമെട്രിക് ആയി. അപ്പോൾ സപ്പോസ് നമ്മൾ നേരത്തെ എഴുതുന്നത് ഒരു മെട്രിക്സ്, അപ്പോൾ 2 3 ഒരു മെട്രിക്സ് അല്ലേ? 2 3 ഒരു മെട്രിക്സ് അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയ മെട്രിക്സ് ഓർമ്മയുണ്ട്. നമ്മൾ നേരത്തെ എഴുതിയ മെട്രിക്സ് എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയ മെട്രിക്സ് കുറച്ച് മുന്നേ എഴുതിയ മെട്രിക്സ് എന്താണ്? 2 ഒരു ഓർഡർ 3 ഉള്ള മെട്രിക്സ് അല്ലേ? നേരത്തെ എഴുതിയ മെട്രിക്സ് നമ്മൾ 2 3 4 ഓർഡർ. അടുത്ത സെക്കൻഡ് റോ 2 7 8 ഇങ്ങനെ 2 7 8. അടുത്തത് 4 7 sorry 8 1 9. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ?
ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 3 4 സോറി അത് 2 3 4 ശരിയല്ലേ സെക്കൻഡ് റോ 3 7 8 ഓക്കെ അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം then second row second column third row third column first row first column second row second column third row third column അതിന്റെ ലോജിക് മനസ്സിലായില്ല ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് തേർഡ് എലമെന്റ് then second row ഇടണം ആണ് ഈ എലമെന്റ് സെക്കൻഡ് എലമെന്റ് then പുതിയ എലമെന്റ് പിന്നെ ഈ എലമെന്റ് എഴുതി then ഈ എലമെന്റ് പുതിയ അതിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് അത് കിട്ടി ഇനി ഇതിനൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും ഇതിനൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും ഇപ്പോൾ 2 എന്നൊരു എലമെന്റ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഈ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും അതിന് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് ആൾറെഡി എന്ത് തന്നെയായിരിക്കും സിമെട്രിക് തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണ് ഇപ്പോൾ സ്കെയിലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേണമെങ്കിൽ സംശയം ചെയ്താൽ സ്കെയിലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് സംഭവിക്കും ഏതാണ് സ്കെയിലാർ 2 കൊണ്ട് മൾട്ടിപ്ലൈ 4 6 8 6 14 16 അല്ലേ 8 16 2 ഇതിന് ട്രാൻസ്പോസ് ഉണ്ട് അപ്പോൾ 2 എന്നുള്ള ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അങ്ങനെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളം തേർഡ് റോ തേർഡ് കോളം 4 6 8 6 14 16 8 16 അപ്പോൾ ഇതിന് ആക്ച്വലി ഈ മെട്രിക്സ് അല്ലായിരുന്നു ഈ മെട്രിക്സ് ആണ് അതിന് 2 എന്നുള്ള സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ട്രാൻസ്പോസ് തന്നെയാണ് എയുടെ ട്രാൻസ്പോസ് ഏതാണ് ദാറ്റ് മീൻസ് ഈ മെട്രിക്സ് തന്നെയാണ് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ ആദ്യത്തെ മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് സിമെട്രിക് ആയി ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇവിടെ പി എന്നുള്ള എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് ഇത് സിമെട്രിക് എന്ന് തെളിയിച്ചു അല്ലേ ഇത് സിമെട്രിക് ആണെങ്കിൽ ഇതിനൊരു സ്കെയിലാർ ഈ മെട്രിക്സ് ആൾറെഡി സിമെട്രിക് ആണ് ഇതിനൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ആൾറെഡി എന്തിനായിരിക്കും സിമെട്രിക് ആയിരിക്കും അപ്പോൾ നമുക്ക് എഴുതാം എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക് കാണാം which implies half in ഞാൻ ഒരു സ്കെയിലാർ എടുത്തു ഹാഫ് അപ്പോൾ ചെയ്യും ഹാഫിന് എടുക്കണം 1/3 പോലെ അല്ലെങ്കിൽ 2 പോലെ 3 പോലെ 5 പോലെ അല്ലെങ്കിൽ k പോലെ k പോലെ ഹാഫ് എടുക്കാനുള്ള കാര്യം അടുത്തൊരു തിയറിക്ക് ആവശ്യം അതുകൊണ്ടാണ് ഹാഫ് എടുക്കുന്നത് ഹാഫ് ഇൻ a plus a transpose is also symmetric. നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ a plus a transpose symmetric a plus a transpose symmetric ആണ് ഷോർട്ട് a plus a transpose symmetric ആണെങ്കിൽ അത് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും അത് അപ്പോഴേ തന്നെ സിമെട്രിക് ആയിരിക്കും അപ്പോൾ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് ആൾസോ സിമെട്രിക് ഇതാണ് ഫസ്റ്റ് പാർട്ട് ഇതൊന്ന് കുറിച്ചോളാം ഓക്കെ അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് എന്ന് അല്ലേ അപ്പോൾ സിമെട്രിക് ആയാലും സ്ക്യൂ സിമെട്രിക് ആയാലും രണ്ട് വെരിഫൈ ചെയ്താൽ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്പോസ് എടുക്കുക അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്പർ 2 to show that B part to show that A minus A transpose is skew symmetric ഇതാണ് നമ്മൾ പറയുന്നത് ഓക്കേ അപ്പോൾ A യുടെ ട്രാൻസ്പോസ് ആണ് A ട്രാൻസ്പോസ് അല്ലേ ഇതൊരു മെട്രിക്സ് ആണ് അതിന്റെ ട്രാൻസ്പോസും മറ്റൊരു മെട്രിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് തന്നെ ഒരു മെട്രിക്സ് ആണ് രണ്ട് മെട്രിക്സുകളുടെ അഡിഷൻ ഒരു മെട്രിക്സ് ആണ് ഡിഫറൻസ് ഒരു മെട്രിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസിനെ അതിനെ നമ്മൾ നേരത്തെ വിളിച്ച പോലെയാണെങ്കിൽ പി എന്ന് വിളിക്കാം അപ്പോൾ പി എന്ന് വിളിച്ചു എ മൈനസ് എ ട്രാൻസ്പോസ് ശരിയല്ലേ അപ്പോൾ ഇത് സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കണമെങ്കിൽ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കണ്ടേ അപ്പോൾ പിയുടെ ട്രാൻസ്പോസ് മൈനസ് പി ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണ് പിയുടെ ട്രാൻസ്പോസ് പി ആയപ്പോൾ സിമെട്രിക് പിയുടെ ട്രാൻസ്പോസ് മൈനസ് പി ആണെങ്കിൽ പി എന്നുള്ള സ്ക്യൂ സിമെട്രിക് അപ്പോൾ ഞാൻ ട്രാൻസ്പോസ് എടുക്കുന്നു പി ട്രാൻസ്പോസ് ചെയ്യുന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ശരിയല്ലേ വീണ്ടും ആദ്യത്തെ ട്രാൻസ്പോസ് മൈനസ് രണ്ടാമത്തെ ട്രാൻസ്പോസ് വീണ്ടും സമം എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് രണ്ട് മെട്രിക്സിന്റെ ഡിഫറൻസിന്റെ ട്രാൻസ്പോസ് നമ്മൾ കുറച്ചുകൂടി എഴുതി എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇവിടെ പ്ലസ് ഇതുപോലെ തന്നെ മൈനസ് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് കഴിഞ്ഞ പ്രോപ്പർട്ടി പറയാം ഇനി എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എ ആണ് അത് കഴിഞ്ഞ പ്രോപ്പർട്ടി പറയാം ഇനി മറ്റൊരു കാര്യം ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ മൈനസ് ബി എന്നല്ലേ
അങ്ങനെയാണെങ്കിൽ ഞാൻ നെഗറ്റീവ് ഫോം എടുക്കുന്നു. നെഗറ്റീവ് ഫോം എടുക്കുമ്പോൾ രണ്ടാമത്തെ ടേം ആദ്യം വരും. ആദ്യ ടേം ഒരു നെഗറ്റീവ് തന്നെ. That means minus a minus a transpose means p. അപ്പോൾ p transpose നമുക്ക് എന്ത് കിട്ടി? p transpose p കിട്ടി. സോറി മൈനസ് p കിട്ടി. അപ്പോൾ p transpose minus p ആണെങ്കിൽ നമുക്ക് പറയാം which implies p. p means a minus a transpose is skew symmetric. Is skew symmetric. Is skew symmetric. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് മുന്നേ എഴുതിയ പോലെ നമുക്ക് നോട്ടായിട്ട് കുറിക്കാം. a minus a transpose is skew symmetric. ഇത് സ്ക്യൂ സിമെട്രിക് ആണ് നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് പറയാം ഇതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈസ് ആൾസോ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും. അപ്പോൾ എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ എയുടെ ട്രാൻസ്പോസ് എ ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും, എയുടെ ട്രാൻസ്പോസ് മൈനസ് എ ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഈ സ്ക്യൂ സിമെട്രിക്കിന്റെ പ്രത്യേകത ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോസ് ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നും അങ്ങനെയാണ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് അതും സിമെട്രിക് ആയിരിക്കും. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണ്, അങ്ങനെയെങ്കിൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് അതും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്, രണ്ട് തിയറി പഠിച്ചു. ഇത്ര ഓക്കെയാണ്, ഇത്രയും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ.